എടാ എനിക്കറിയത്തില്ല, ഈ സാധനങ്ങളൊന്നും കാണാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പോവാ. മോൾ എങ്ങോട്ട് പോകുന്നു? ചേട്ടാ എന്താടി നീ ഇവിടെ പോവാ? ഞാനിവിടെ പോവാ, ഞാനുണ്ട്. ദേ കുഞ്ഞാ, വേണ്ട വേണ്ട എന്ന് വെക്കുന്നതനുസരിച്ച് തറയിൽ കയറി നേരങ്ങിത് കേട്ടോ. എന്തേട്ടാ ഏട്ടനെങ്ങനെ അറിഞ്ഞ? എന്റെ പൊന്നു കുഞ്ഞെ, നിന്നെ ഇവിടുന്ന് കളഞ്ഞ എസ്കേപ്പ് ആക്കിയ നിന്റെ ചേട്ടൻ, നിന്റെ കെട്ടിയോൻ, അല്ല കെട്ടിയനാൻ പോകുന്ന ആള്, പിന്നെ നമ്മുടെ മൈ പ്രൊഫസറിന്റെ ഫാൻസ് എല്ലാം കൂടെ എന്നെ എടുത്തിട്ട് ഏറിക്കയറ്റും. വെറുതെ എന്തിനാ? ഒന്നാമതേ ലാഗാണ് സാധനം. കുറെ നാളായിട്ട് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കെട്ടിപ്പോലെ നിങ്ങള്. അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ വശം എനിക്കെല്ലാം അറിയൂ. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? എനിക്കങ്ങനെ കേട്ടാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലേ. അല്ലേ ഏട്ടാ, പറ നിങ്ങൾ. ഇതാണ്ടേ ഇവൻ വിളിച്ച് നീ എസ്കേപ്പ് ആകാൻ പോവാണെന്ന് പറഞ്ഞപ്പോ കല്ലിയെടുത്ത ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് മഴക്ക് പറയാനും തോന്നില്ല, ഒന്നിനും തോന്നില്ല. പ്ലീസ് ഏട്ടാ, കഷ്ടമുണ്ട്. നിങ്ങൾ എന്റെ മനസ്സിലാവാത്തത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം കുഞ്ഞാ, നിനക്ക് കൊള്ളാത്ത എവിടൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല. പിന്നെ നിനക്കിപ്പം അവനായിട്ട് ഒത്തുപോകാൻ പറ്റുന്നെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, ഒരു കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കി വെച്ച് അവൻ നല്ലൊരാളാണ്. പിന്നത്തെ ഒരു കാര്യം, അത് നീ വലിയ മനസ്സിലായിക്കോളും. എന്താ? അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത്? അതെന്താ ഞാൻ അറിയാത്ത ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ? അത് നീ അറിയാമായിരിക്കും, എനിക്കറിയില്ല. അതവൻ എപ്പം പറയാൻ തോന്നും അപ്പം അവൻ പറയും. പിന്നെ അവിടെ നിനക്ക്, അതായത് അവൻ്റെ അമ്മയച്ഛനെ നോക്ക്, നമ്മുടെ അമ്മയച്ഛനെ പോലെ തന്നെയല്ലേ നമ്മൾ നോക്കുന്നത്. എന്ത് കുഴപ്പമുണ്ടോ? നിനക്ക് എന്താ അവിടെ നിനക്ക് ഒരു പ്രോബ്ലവും കാണത്തില്ല. ഞാനാ പറയുന്നത്, ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോലെ, ആരും നീ ഒന്നും പറയത്തില്ല. പിന്നെ ഈ കല്യാണം അത് അച്ഛൻ പറഞ്ഞല്ലേ, അവര് പണ്ടേ ഇങ്ങനെ തീരുമാനിച്ചായിരുന്നു. അവർ അത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലേ. അവര് നിനക്ക് വേണ്ടി നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഇനി നീ അതേ ചെയ്തിട്ടുള്ളൂ. നീ ഇങ്ങനോട്ടൊന്നും കാണിക്കരുത് കുഞ്ഞാ. പിന്നെ നീ എസ്കേപ്പ് ആയ വിവരം ഞങ്ങളെല്ലാം അറിഞ്ഞു. അതെങ്ങനെ? എൻ്റെ അടുത്ത് ഗൗതം എല്ലാം പറഞ്ഞായിരുന്നു. ഓ, ആരടുത്തും പറയരുതാണ്ട് ഏടടുത്ത് പറഞ്ഞോ? പിന്നെ പറയാതെ നീ ഇനി ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. എന്താ ഇനി ഉറപ്പ്? ഇപ്പൊ നീ കാണിച്ചില്ലേ? നിനക്ക് എങ്ങനെ പറ്റുന്നത്? പാവല്ലേ നിന്റെ അമ്മ അച്ഛനും, എന്നിട്ട് ഇങ്ങനെ നീ കാണിക്കാതെ. അതെ, കഷ്ടമാണ് കുഞ്ഞാ. നിനക്ക് നല്ലത് ചെയ്യും പറ്റുന്നത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഇനി ഞങ്ങളും അതേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നീ മനസ്സിലാക്കി മോളെ. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് നീ കല്യാണം കഴിഞ്ഞ് പോയിട്ട് അവിടെ ഓക്കെ അല്ലെങ്കിൽ നീ ഇങ്ങ് പോലെ, ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? മനസ്സിലായി.